നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തൃക്കാക്കര ലയൺസ് ക്ലബും നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡും ലയൺസ് ഹോസ്പിറ്റലും ചേർന്ന കാക്കനാട് തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. ലയൺസ് ക്ലബിന്റെ ഉത്തരവാദിത്തം എന്ന് കരുതി ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പിന് പോകുമ്പോൾ ആർക്കും രോഗം ഉണ്ടാകില്ലേ എന്ന് പ്രാർത്ഥനയാണ്. ഇപ്പോഴും എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കും രോഗം ഉണ്ടാകില്ലേ, CSR ഫണ്ട് ഇനിയും നമുക്ക് ഉപയോഗിക്കാം. കാര്യം വേറെ സ്ഥലത്തുകളും ക്യാമ്പുകൾ നടത്താം. ഏകദേശം 20 വർഷമായി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ വളരെ ചെറിയ രീതിയിൽ ചെറിയ പൈസയ്ക്ക് നമ്മൾ ഓപ്പറേഷൻസ് നടത്തി കൊടുക്കും. ഇപ്പോൾ ഈ ക്യാമ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ലയൺസ് ക്ലബ് ഓഫ് തൃക്കാക്കരയുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. കാര്യം ഇത് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അവരുടെ കണ്ണുമായി സംബന്ധിച്ച് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് ആ രോഗം നിർണ്ണയിച്ച് അതിന് സൗജന്യമായി പാക്ക് ഓപ്പറേഷൻ നടത്തി കൊടുക്കുക. കൺവെൻഷണൽ ഓപ്പറേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. പണ്ട് നമ്മൾ തിരുവനന്തപുരം ശസ്ത്രക്രിയ ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം അവിടെ കിടന്ന് പിറ്റേ ദിവസം പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ. ഇതിപ്പോൾ അതല്ല. നിങ്ങൾ രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഒരു 11:30-12 മണിയാകുമ്പോൾ ഓപ്പറേഷൻ തുടങ്ങും. ഏകദേശം ഒരു 1:30-2 മണിയാകുമ്പോൾ ഒരു ദിവസം 10 ഓപ്പറേഷൻ 12 ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ 2-3 മണിയാകുമ്പോൾ തീരും. നിങ്ങൾക്ക് 5 മണിയാകുമ്പോൾ വീട്ടിൽ പോകാം. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടുന്ന ഒരു ഓപ്പറേഷനാണ്. വളരെ ഒരു എക്സ്പെൻസീവായിട്ട് ഓപ്പറേഷനാണ്. അപ്പോൾ അത് അവർ CSR ഫണ്ടിൽ പെടുത്തി നിറ്റ ജലാറ്റിൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ CSR ഫണ്ടുകളുടെ കാര്യം എല്ലാ വലിയ കമ്പനികൾക്കും അവരുടെ ജനങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് CSR നടപ്പിലാക്കിയിട്ടുള്ള സർക്കാർ. അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് ഈ പ്രോജക്റ്റിനെ അവർ തിരഞ്ഞെടുത്തതിൽ അവർ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. കാര്യം പലപ്പോഴും പല CSR കമ്പനികളുടെയും തിരിച്ച് സർക്കാരിന് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാര്യം ഞാൻ ഇത്ര ആധികാരികമായി പറയാൻ കാര്യം ഞാൻ CSRൻ്റെ സൗത്ത് ഇന്ത്യ ലയൺസിൻ്റെ ഇൻചാർജാണ്. അപ്പോൾ പല കമ്പനികളെയും സമീപിക്കുമ്പോൾ സർ 18 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ തിരിച്ചടച്ച് അവർക്ക് തിരിച്ച് ഞങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പ്രദീപായിട്ട് പറയുകയാണ്. കാര്യം അടുത്ത പ്രാവശ്യം നമ്മൾ CSR ഫണ്ടിലോട്ട് നമ്മൾ 500 ഓപ്പറേഷൻസ് ആണ് നമ്മൾ അടുത്ത പ്രാവശ്യം ലയൺസ് ഹോസ്പിറ്റലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2-3 CSR ഫണ്ടുകൾ കണ്ടെത്തി. കാര്യം സൗജന്യമായി ഇത് രോഗികൾക്ക് 1 രൂപ പോലും ചിലവാക്കാണ്ട് ഏറ്റവും നല്ല ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തി കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ CSR ഫണ്ടും സഹകരണവും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹകരണവും ക്ലബ്ബുകളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണവും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും. ഈ പ്രാവശ്യത്തിൽ വെച്ച് ചുരുക്കേണ്ട. അടുത്ത പ്രാവശ്യം കൂടുതൽ ഏരിയയിലേക്ക് ഞങ്ങൾ തയ്യാറാണ് പോകാൻ. കാര്യം നിങ്ങളുടെയും ജനസേവനം നിങ്ങളുടെ ഒരു ഭാഗമാണ്. ലയൺസ് ഹോസ്പിറ്റലും തൃക്കാക്കര ലയൺസ് ക്ലബ്ബും നിറ്റ ജലാറ്റിനും കൂടി സംയുക്തമായിട്ട് നടന്ന ഇന്നത്തെ മെഡിക്കൽ തിമിര രോഗ നിർണയ ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന ചെക്കപ്പിൽ തിമിരമില്ലാത്തവർക്ക് കാഴ്ചയ്ക്ക് മങ്ങലുള്ളവർക്ക് കണ്ണട ഉപയോഗിച്ച് അതിന് പരിഹരിക്കാൻ പറ്റുന്നവർക്ക് ഹോസ്പിറ്റൽ സൗജന്യമായിട്ട് കണ്ണട വിതരണം ചെയ്യുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏകദേശം 50-ൽ കൂടുതൽ ആളുകൾ ഇന്ന് ഇവിടെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അതിൽ 40ഓളം പേർക്ക് ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലാത്തതും ബാക്കിയുള്ള കണ്ണട കൊണ്ട് മാത്രം മാറാവുന്നവർക്ക് ഹോസ്പിറ്റലിൽ സൗജന്യമായിട്ട് കണ്ണട വിതരണം ചെയ്യാമെന്നും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരം ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നാടിൻ്റെ പല ഭാഗത്തായിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ക്യാമ്പ് നടന്നത്. ഏതായാലും വിചാരിച്ചതിൽ കൂടുതൽ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. തുടർന്നും ഇത്തരം ക്യാമ്പുകൾ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ ഒരു അസറ്റ് എന്ന് പറയുന്നത് വളരെ ആരോഗ്യമുള്ള ഒരു ജനതയാണ്. അപ്പം നമുക്ക് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രോഗം വന്നതിന് ശേഷമാണ് നമുക്ക് ചികിത്സിക്കാനൊക്കെ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പ് അല്ലെങ്കിൽ ഈ നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് വഴി നമുക്കൊരു രോഗം വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞ് നമുക്കതിന് വേണ്ട പ്രതിവിധികൾ കണ്ടെത്താനുള്ള ആധുനിക മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ AI ഒരു സഹായത്തോടെ ഇപ്പം നമുക്കൊരു ഹെൽത്ത് ചെക്കപ്പ് ഒരു ഫാസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ നടത്താനുള്ള സൗകര്യം വരെ എത്തിയിട്ടുണ്ട്. ഇതുപോലെ ലയൺസ് ക്ലബിൻ്റെ ഒക്കെ ഒരു
പ്രവർത്തനം കൊണ്ട് അത് നമുക്ക് എല്ലാ ആൾക്കാരിലേക്കും എത്താം. നമസ്കാരം, ഞാൻ തൃക്കാക്കര ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ ഈ പരിസരത്ത് തന്നെ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. ഈ ഏരിയയിലുള്ളൊരു കമ്പനിയാണ് നിറ്റ ജലാറ്റിൻ കമ്പനി. ഞങ്ങളുടെ ലയൺസ് ഹോസ്പിറ്റൽ ശാസ്താ മോളിലുള്ള ഹോസ്പിറ്റലും തൃക്കാക്കര ലയൺസ് ക്ലബും കമ്പനിയും കൂടെ സംയുക്തമായിട്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. ഈ ക്യാമ്പിലേക്ക് നാട്ടുകാർ വന്ന് പേര് രജിസ്റ്റർ ചെയ്ത് അനേകം ആളുകൾ വന്നിട്ടുണ്ടെന്ന് ചികിത്സ തേടി അവർക്ക് ഞങ്ങൾ കണ്ണടയും അതുപോലെ തന്നെ ഇവിടുത്തെ ചികിത്സയിൽ ചെക്കിങ് പോരാതെ വന്നതിന് മാമല ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ചികിത്സ ഇവർക്ക് ചെയ്യുന്ന ശസ്ത്രക്രിയ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. കണ്ണടയും അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്.